നല്ല സെക്ഷുവാലിറ്റി പോലും ഇല്ല അപ്പോൾ സിനിമയിൽ, നല്ല റൊമാൻസ് പോലും ഇല്ല. അതെല്ലാം ഈ അഗ്രസീവ് ഇമേജസ് അങ്ങ് തള്ളി തള്ളി കൊണ്ടുപോയിക്കുക, മനസ്സിലില്ല. നല്ലൊരു എന്താ പറയുക, മനസ്സിന് പ്ലീസിങ് ആയിട്ടുള്ള ക്ലാരയുടെ മാതിരിയൊക്കെ ഉള്ളൊരു റൊമാൻസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ട്രൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആ പാക്കേജ് കൂട്ടി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുകയാണ്. ബിക്കോസ് ഇറ്റ് സെൽസ്. ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും വരും. വളരെ ക്ലിയർ കട്ടായിട്ട് സ്റ്റഡീസ് ഉണ്ട്. അഗ്രഷൻ്റെ മെറ്റീരിയലുള്ള സിനിമകളോ അല്ലെങ്കിൽ വിഷ്വൽ സാധനങ്ങളോ അത് നിരന്തരമായിട്ട് ഫീഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് വരുന്ന സന്ദർഭങ്ങളിൽ അഗ്രസീവ് വേയിൽ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടും. ഈ ഫിലിംസ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ചെയ്യും? കാരണം ഈ അടുത്ത് ഇതേപോലെ വേറൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഡയറക്ടർ ഒട്ടും ചെയ്യില്ല എന്നുള്ളത്. അല്ല, അത് ശരിയല്ല. കാരണം സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞൊരു ഇതിലുണ്ട്. അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് മീഡിയാസാണ്. അതിനെക്കുറിച്ച് ധാരാളം സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ദർ ആർ സ്റ്റഡീസ് വേർ ഈ അഗ്രഷനുള്ള കാർട്ടൂൺസും അഗ്രഷനുള്ള ഗെയിംസും കണ്ടിട്ടുള്ള കുട്ടികളുടെ അഗ്രസീവ് വേ ഓഫ് റിയാക്ടിങ്ങിൻ്റെ ആ തോത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഫ്ലുവൻസ്. അപ്പോൾ ആരാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. ദർ ഇസ് എ വൾണറബിൾ പോപ്പുലേഷൻ ഹൂ ക്യാൻ റെഡിലി ഐഡൻറ്റിഫൈ വിത്ത് വാട്ട് എവർ ദാറ്റ് ഇസ് ബീങ് ഡെപിക്റ്റഡ്, മനസ്സിലേ? എൻ്റെ ജീവിതകഥയായിട്ട് സാമ്യമുള്ള ചില കാര്യങ്ങൾ കാണുന്നത് അതുമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ചിലപ്പോൾ അതിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന പാറ്റേൺസ് ഞാൻ കോപ്പി ക്യാറ്റ് ചെയ്യാനുമുള്ള ടെൻഡൻസി ഉണ്ട്, മനസ്സിലല്ലേ? ആരാണ് ഈ വൾണറബിൾ എന്ന് സാധാരണ പറയുന്നത്? യൂഷ്വലി യങ് ഏജ് പോപ്പുലേഷൻ വേർ they probably just cannot divide സ്ക്രീനും റീലും റിയൽ ലൈഫും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലുള്ള കുട്ടികളിൽ വരാം. എൽഡർലി പോപ്പുലേഷൻ അവരിലും ഉണ്ടാകാം ഈ തരം ചില കോപ്പി ക്യാറ്റ് ഫിനോമിന. ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. വേറെ യു ക്യാൻ ചേഞ്ച് അറ്റ്ലീസ്റ്റ് സം പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സർട്ടൺ തിങ്സ്. അതുപോലെ തന്നെ നെഗറ്റീവും വരും. ഇപ്പോൾ അഗ്രഷൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് സ്റ്റഡീസ് ഉണ്ട്. അഗ്രഷൻ്റെ കമ്പോണൻറ്റ്, അക്രമത്തിൻ്റെയും അക്രമ പ്രവർത്തനങ്ങളുടെയും കമ്പോണൻറ്റ് കൂടി വരുന്ന മെറ്റീരിയലുള്ള സിനിമകളോ അല്ലെങ്കിൽ വിഷ്വൽ സാധനങ്ങളോ അത് നിരന്തരമായിട്ട് ഫീഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് വരുന്ന സന്ദർഭങ്ങളിൽ അഗ്രസീവ് വേയിൽ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടും. എസ്പെഷ്യലി അവർക്കൊരു പേഴ്സണാലിറ്റി പ്രോബ്ലമോ അല്ലെങ്കിൽ അതുപോലുള്ള ചില ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡിസോണിങ് എ മീഡിയ ആൻഡ് മീഡിയ സ്ട്രെങ്ത്. നമ്മൾ കൈയാളുന്ന ആ ഒരു മാധ്യമത്തിൻ്റെ ശക്തിയെ നമ്മൾ തന്നെ തള്ളി പറയുന്നതിന് തുല്യമാണ്. കാരണം ഒരു ഇൻഫ്ലുവൻസും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് എടുക്കുന്നത്? ഇത് കണ്ടിട്ട് ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രയെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ സിനിമ എടുക്കുന്നത്. ബട്ട് there is a possibility that it can affect beyond certain limits also. ഈ അഗ്രഷൻ്റെ കാര്യം നേരെ തിരിച്ചും ഈ അഗ്രഷൻ ഇപ്പോൾ ഉള്ളതിനെ ഡിമാൻഡും കൂടുതലാണ്. സോ ദാറ്റ് ഇസ് ദാറ്റ് എ റിവേഴ്സ് ഇൻഡിക്കേറ്റർ ഈ പറഞ്ഞ which means there is aggression and people want more of aggression, rage. നീരജ്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പെൻഡപ്പായിട്ടുള്ള അഗ്രഷൻ എല്ലാ കാലത്തും ഉണ്ട്. അഗ്രസീവ് ഇമ്പൾസ് ഇല്ലാത്ത ആളുകളല്ല നമ്മളെല്ലാവരും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഡോർമെൻ്റായിട്ട് അഗ്രസീവ് ഇൻസ്റ്റിങ്സ് ഉണ്ട്. അത് എപ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരിക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ സിസ്റ്റം വെച്ചിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടും ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ആ ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇൻഹിബിറ്റഡ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഉള്ളിൽ അഗ്രഷൻ ഉള്ളതുകൊണ്ട് അഗ്രസീവ് ഇമേജസ് കാണാനായിട്ട് നമ്മുടെ മനസ്സിലൊരു ആഭിമുഖ്യം ഉണ്ടാവും. സൊസൈറ്റിയിൽ ഒരു ക്ലൈമറ്റ് ഓഫ് അഗ്രഷൻ വല്ലാണ്ട് കൂടുന്ന സമയത്ത് അത് കൂടുതൽ കാണണമെന്നുള്ള താല്പര്യം തോന്നുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ട്രൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക്
ആ പാക്കേജ് കൂട്ടി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുകയാണ്. ബിക്കോസ് ഇറ്റ് സെൽസ്, ബിക്കോസ് ബേസിക്കലി ദർ ഇസ് എൻ ഇന്നേറ്റ് നീഡ്. സോ മച്ച് സോ നല്ല സെക്ഷുവാലിറ്റി പോലും ഇല്ല അപ്പോൾ സിനിമയിൽ, മനസ്സിലായില്ലേ? നല്ല റൊമാൻസ് പോലും ഇല്ല. അതെല്ലാം ഈ അഗ്രസീവ് ഇമേജസ് അങ്ങ് തള്ളി കൊണ്ടുപോയിക്കുക, മനസ്സിലില്ല? നല്ലൊരു എന്താ പറയുക, മനസ്സിന് പ്ലീസിങ് ആയിട്ടുള്ള ക്ലാരയുടെ മാതിരിയൊക്കെ ഉള്ളൊരു റൊമാൻസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സെക്ഷുവാലിറ്റി പോലും ഇല്ല. ഭരതനൊക്കെ ചെയ്ത പോലെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സെക്ഷൽ ഇമേജസ് പോലും ഉണ്ടാവുന്നില്ല. എല്ലാം എവറിത്തിങ് ഈസ് അഗ്രഷൻ ഡെപിക്റ്റഡ് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇൻ എ വെരി എന്താ ഗ്രാഫിക് വേ വിച്ച് വിൽ ഹാവ് ഇറ്റ്സ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഒരു സംശയമില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോൾ കാണുന്ന പലതും പല അഗ്രഷനും വളരെ സിനിമാറ്റിക്കാണ്. ഇപ്പോൾ ഭയങ്കര ക്രൂവലാണ്. ഒരാളെ വെട്ടുമൊക്കെ ചെയ്യുമ്പം ഒറ്റ വെട്ടിലൊന്നും തീരണില്ല, സിനിമാറ്റിക് വെട്ടിലേ തീരുന്നുള്ളൂ. മരണത്തിനൊക്കെ അതുപോലുള്ള ഒരു ഫിയേഴ്സ് ഡയമെൻഷനിലാണ് വരുന്നത്. നമുക്ക് റിസർച്ച് കൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് പോണ പോക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ നമ്മൾ കാണുന്ന ക്രിമിനാലിറ്റിയിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നടക്കുന്ന അഗ്രഷനും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, മനസ്സിലായി? വീടുകളിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ നടക്കുന്ന അഗ്രഷനും ഇതിൻ്റെ ഒരു ഡയമെൻഷനായിട്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മുടെ എൽഡർലി പോപ്പുലേഷൻ ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ടാർഗറ്റ് ഗ്രൂപ്പ് ഫോർ മെൻ്റൽ ഹെൽത്ത്. ഭയങ്കര ഒന്നാമത് നമ്മുടെ പെർസെൻറ്റേജ് കൂടുകയാണ്, നമ്മുടെ മൈഗ്രേഷൻ കൂടുകയാണ്. പണ്ടത്തെ മൈഗ്രേഷൻ പോലെയല്ല ഇപ്പോഴത്തെ മൈഗ്രേഷൻ. പണ്ടത്തെ മൈഗ്രേഷനിൽ പോകുന്നവരെല്ലാവരും ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു വീട് വെച്ചിട്ട് മാതാപിതാക്കളുടെ കൂടെ കഴിയണം എന്നുള്ളൊരു സ്വപ്നമായിട്ട് പോകുന്നവരാണ്. ഇപ്പോൾ പോകുന്ന നല്ലൊരു ഭൂരിപക്ഷവും അവിടെ പൗരത്വം എടുത്തിട്ട് അവിടെ തന്നെ കൂടാനായിട്ടുള്ള ഒരു പദ്ധതി പോകുന്ന ആളുകളാണ്. അപ്പം നമുക്കൊരു സെഗ്മെൻറ്റ് ഓഫ് എൽഡർലി പോപ്പുലേഷൻ ഇവിടെ കൂടാൻ പോവുകയാണ്, ഹു ആർ ഗോയിങ് ടു ബി ഹാവ് ലോൺലിനെസ്. അപ്പം ദർ ഹാസ് ടു ബി സം സോർട്ട് ഓഫ് എ പാക്കേജ് വെയർ their well-being is preserved. They should have their own ways of probably tiding over this crisis and probably feeling happy and contented. അത് വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സൂയിസൈഡ് റേറ്റ് കൂടും, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വരും. ആൻഡ് മെനി ഓഫ് ദം ലിവ് ഇൻ ലോട്ട് ഓഫ് ഇൻസെക്യൂരിറ്റീസ്. പല വീടുകളിലും അവർ രണ്ടാളും ഉള്ളൂ. മണി നീഡ്സ് വന്നിട്ടുള്ള തെഫ്റ്റുകളും ഒക്കെ അവരെ ടാർഗറ്റ് ചെയ്തും ഒക്കെ വരുന്നുണ്ട്. കാരണം ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ, വൾണറബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, എൽഡർലിയൊക്കെയാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അത് എൽഡേഴ്സിൻ്റെ വെൽബീയിങ് ഒരു വലിയ മെയിൻ അജണ്ടയായിട്ട് കേരള സൊസൈറ്റിയിൽ എമർജ് ചെയ്യും.